ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇവിടെ ഓണം പ്രോഗ്രാമാണ് ഇന്ന്. അതിനുള്ള റെഡി ആവലാണ്. ഇന്ന് സദ്യയുണ്ട്, അതിൻ്റെ കൂടെ എന്താ സദ്യയുണ്ട്, അതിൻ്റെ കൂടെ ഞങ്ങളുടെയൊക്കെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് എത്തണം. ഇപ്പം തന്നെ 10:15 ആയി. സോ നമുക്ക് ഒന്നിച്ച് റെഡി ആയാലോ. ഞാൻ ഈ സാരിയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഈ സാരിയാണ് ഉടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ എത്തിയിട്ട് ചേഞ്ച് ചെയ്യണം. നമുക്ക് ബാക്കി സാരി എടുക്കാം. എന്നോട് മിക്ക എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എങ്ങനെയാണ് ഇത്ര സ്പീഡിൽ ഇത്ര വൃത്തിയായിട്ട് സാരി ഉടുക്കുന്നതെന്ന്. അത് സീരിയലിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവും. ഒരു ദിവസം തന്നെ എത്രമാത്രം സാരികൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു, ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെയെന്ന്. കാരണം നമുക്ക് ആ ക്യാമറ ആംഗിൾ മാറ്റാതെ നമ്മളോട് തന്നെ പോയിട്ട് സാരി മാറ്റാൻ പറയും. അപ്പോൾ അങ്ങനെ ശീലിച്ചതാണ്. ആദ്യമൊക്കെ അമ്മ ഉടുപ്പിച്ച് തരുമെങ്കിലും പിന്നെ ഞാൻ ഉടുത്ത് ശീലമായതാണ് ഈ സാരി ഉടുക്കൽ. സാരി ഉടുക്കാനും എനിക്ക് ഇഷ്ടമാണ്, അത് കാണാനും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഈ സാരി ഉടുക്കലും മേക്കപ്പൊക്കെ ഉള്ളത് കാരണം കുട്ടികൾ 2 പേരും ഏട്ടനാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അവർക്ക് ജുബയും കുർത്തിയൊക്കെ ആയിട്ട്. ഞാനപ്പോൾ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമുക്കൊന്നിച്ച് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്താലോ. സോ ആസ് യൂഷ്വൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം മോയ്സ്ചറൈസർ തേക്കും. ഞാൻ നാട്ടിലുള്ള മോയ്സ്ചറൈസറല്ല, ഇവിടെ ഓലയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സൺസ്ക്രീൻ എപ്പോഴും വെയിലത്ത് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല കേട്ടോ. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഡെയിലി യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്നും സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലതാണെന്ന് പറയുന്നു. ഞാൻ ഈ അടുത്ത കാലത്താണ് അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺസീലർ, എൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാച്ചുകളുണ്ട്, അത് ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൺസീലർ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഈ കണ്ണിൻ്റെ താഴെയും ഈ കവിളിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്, അതൊക്കെ മാറ്റും നമ്മൾ കൺസീലർ വൺസ് യൂസ് ചെയ്യുമ്പോൾ. അത് യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ഈവൻ ആവാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിളിയൊക്കെ വരുന്നുണ്ട് കേട്ടോ താഴേന്ന്, റെഡിയായോ, എന്തായി മമ്മ എന്നൊക്കെ വിളിച്ചിട്ട്. സോ നെക്സ്റ്റ് ഞാൻ പാൻ സ്റ്റിക്കാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ബേസിന് വേണ്ടിയിട്ട്. അത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്, അത് ഇതുവരെ മാറ്റാൻ എനിക്ക് തോന്നാറില്ല. കാരണം ക്രൈലോണ്ടത് അത്രയും നല്ല പ്രൊഡക്റ്റാണ്. സോ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും എനിക്കതാണ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് കോമ്പാക്റ്റ് ഇട്ടു. മേക്കപ്പ് ഇടുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ഇഷ്ടമുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഓഫ് കോഴ്സ് ഒരു ഫംഗ്ഷനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമോ ഷൂട്ടൊക്കെ ഉള്ളപ്പോഴും എനിക്ക് ഇടാനൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ മേക്കപ്പ് ഇടാനോ ഇല്ലെങ്കിൽ എത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇല്ലെങ്കിൽ ഇവിടെ അടുത്ത് കടയിലൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഒന്നും ഇല്ലാതെ പോകാനാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക. ഞാൻ കംഫർട്ടബിൾ ആയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്നെ പെട്ടെന്ന് കണ്ട അയ്യോ ഇതാരാ എന്ന് ചോദിക്കേണ്ടി വരാറുണ്ട്. കാരണം മേക്കപ്പ് ഇട്ടാലും അല്ലെങ്കിലും എനിക്ക് ഡിഫറൻസ് കുറേ അധികം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടതുപോലെ ഐബ്രോ പിന്നെ ഐ ഷാഡോ ഇതൊക്കെയാണ് ചെയ്യുമ്പോൾ വൃത്തിയിൽ ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ടു. ഇനി കാജൽ എനിക്ക് നിർബന്ധമാണ്. അതിട്ടാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഫീൽ ചെയ്യുള്ളൂ. അതിൻ്റെ കണ്ണിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു എനിക്ക് ഇഷ്ടം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഐലൈനർ ഇടുന്നത്. ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ ഐലൈനർ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ട്രഡീഷണൽ ഡ്രസ്സാണെങ്കിലാണ് ഞാൻ ഐലൈനർ കൂടുതലും യൂസ് ചെയ്യാറ്. അല്ല ഇപ്പം ഒരു മോഡേൺ ഡ്രസ്സാണെങ്കിൽ ഞാൻ ഐലൈനറിന് പ്രിഫർ ചെയ്യില്ല. പിന്നെ ഓഫ് കോഴ്സ് അങ്ങനെയാണെങ്കിൽ കാജൽ ഇട്ടിട്ട് പിന്നെ മസ്കാര ഇടും. ഞാനിവിടെ മസ്കാര കുറച്ചുകൂടെ കോൺഫിഡൻസ് തരും. നമ്മുടെ ഐലാഷസ് ഒക്കെ ഒന്ന് നല്ല രീതിയിൽ നിൽക്കും. പിന്നെ ഓഫ് കോഴ്സ് ലിപ്പ് ലൈനർ ഇല്ലാതെ എനിക്ക് ലിപ്സ്റ്റിക്ക് മാത്രം ഇടാൻ പറ്റാറേ ഇല്ല. ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യാറില്ല. സോ എനിക്ക് എപ്പോഴും ഇഷ്ടം ലിപ്പ് ലൈനർ നല്ല ഡാർക്കിൽ ആക്കിയിട്ട് പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ളതാണ്. പിന്നെ എൻ്റെ മുടി കുറച്ച് നരച്ചിട്ടുണ്ടായിരുന്നു. പ്രായമായില്ലേ, എന്തായാലും നര ഉണ്ടാവുമല്ലോ. സോ അതിനാണ് ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ അത് വെച്ചിട്ട് ഒന്ന് അവിടെ ഇവിടെയൊക്കെ തൊട്ടു. സോ ഡൈ ഒന്നും അടിക്കാനുള്ള നരയായിട്ടില്ല, എന്നാലൊരു 3-4 മുടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ അതും നമ്മൾ പെൻസിൽ വെച്ചിട്ട് റെഡിയാക്കി. ഇനി ആക്സസറീസ്, എനിക്ക് ജിമിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
സാരിയുടെ കൂടെയൊക്കെ നല്ല രസമല്ലേ ജിമിക്കി ഇട്ടിട്ട്. പൊട്ടും കൂടെ ആയാൽ പെർഫെക്റ്റ്. പിന്നെ എനിക്ക് മൂക്കുത്തി, ഒരു സാരിയുടെ കൂടെ മൂക്കുത്തി ഇടാന്ന് പറയുന്നത് എൻ്റെ ഫേവററ്റാണ്. ചിലവർക്ക് എനിക്ക് മൂക്കുത്തി ഇട്ട് കാണാൻ വലിയ ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും മൂക്കുത്തി കുത്താൻ എന്നോട് പറയാറുണ്ട്. പക്ഷേ അതെല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ചേരില്ല എന്നുള്ളത് കാരണം തന്നെ കുത്താൻ നിന്നില്ല. ഇതാവുമ്പോൾ എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഇട്ടാൽ മതിയല്ലോ, അതാണ് സൗകര്യം എന്ന് തോന്നി. സോ ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങി നമ്മുടെ ഓണാഘോഷത്തിൻ്റെ സ്ഥലത്തെത്തി. മില്ലറ്റ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഞങ്ങളുടെ ഒരു അസോസിയേഷൻ ഉണ്ട്, നമ്മുടെ ഏരിയയുടെ അസോസിയേഷൻ. സോ അവിടുത്തെ ഓണാഘോഷമായിരുന്നു. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് 2 ടീമുകളായിട്ടുള്ള വടംവലി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ബാക്കി വിശേഷങ്ങൾ, അതായത് ഓണത്തിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ. അപ്പോൾ നമുക്ക് അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ, ഹാപ്പി ഓണം.